ഹലോ. ഹലോ, കിളിവാതിൽ പാളിയിലൂടെ വീട്ടില് കണ്ണുകൾ നിന്നെ വീട്ടിലാരൊക്കെയുണ്ട്? തിരഞ്ഞിടുമ്പോൾ വീട്ടില് ഉമ്മയുണ്ട്, വാപ്പയുണ്ട്, ഇക്കാക്കന്മാരുണ്ട്. എന്ത്? മുത്തം ഔ എന്റെ പടച്ചോനെ, എല്ലാരും ഉണ്ടോ? ആ, എല്ലാരും ഉണ്ട്. ഇതെന്താ പതുക്കെ സംസാരിക്കുന്നത്? കണ്ണുകൾ അതേ, നിന്നെ തിരഞ്ഞിടുമ്പോൾ ഞാൻ എന്റെ വീടിന്റെ ബാക്കിൽ ജനലിന്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുവാ. എന്റെ പൊന്നേ, നല്ല മോളല്ലേ, കഷ്ടപ്പെട്ടു വന്നതാ, ഒന്ന് വരുവോ? അയ്യോ പറ്റൂല പറ്റൂല, ഇവിടെ ഉമ്മയുണ്ട്. അങ്ങനെ പറയരുത് പ്ലീസ്, നല്ല കുട്ടികൾ ഒന്ന് പാടും. അയ്യോ പറ്റൂല, ഉമ്മയുണ്ട്. ഉമ്മ നോക്കി നിൽക്കുക. എന്റെ പൊന്നി, എന്നെ കാണാൻ പോലെയായിട്ടല്ല, ഒന്ന് പാടി. അയ്യോ, ഞാനെങ്ങനെ? എങ്ങനെയെങ്കിലും ഒന്ന് ജനലിന്റെ വന്നേ പറ്റില്ലെങ്കിൽ നാട്ടുകാർ പിടിച്ച് തെങ്ങുമ്പോ കിട്ടിയത് വേഗമാ. അയ്യോ, നോക്കട്ടെ. എന്റെ പൊന്നി. കൊണ്ടൊരു മണിയറ തീർക്കാം ഞാൻ. ഹലോ, ഹലോ, ഈ എവിടെ? ഞാനിതാ എല്ലാവരുടെ നടക്കി നിൽക്കുക. എന്റെ പെണ്ണെ, ഒന്ന് ഇങ്ങോട്ട് വരുവോ? ഞാൻ എങ്ങനെ വരാനാ? എല്ലാവരും എന്നെ ശ്രദ്ധിച്ചോണ്ടിരിക്കല്ലേ. എടി, ഒന്ന് ഇങ്ങോട്ട് വരി. എനിക്ക് ഇവിടെ അങ്ങനെ വല്ലാണ്ട് നിക്കാൻ പറ്റൂലേ. അതെന്താ? ഇവിടെ ആകെ സീനാണ് ഇങ്ങനെ മരക്കൊമ്പ് പിടിച്ച് നിക്കുന്നത്. കുറച്ചു നേരം ഒന്ന് സഹിക്ക്. എന്റെ മുണ്ടൊക്കെ പോയിട്ട് ഇവിടെ മരത്തുമ്പോ മൊത്തം പുളിയുറുമ്പാടി. ഞാനിപ്പോ എന്ത് ചെയ്യാനാ? ആ പുളിയുറുമ്പ് കേറാൻ പാടില്ലാത്തതൊക്കെ കേറുന്നുണ്ട്. ഇങ്ങനെ പോയാൽ ഉണ്ണിക്കിടാവിനൊന്നും ഉണ്ടാവില്ല കേട്ടോ. വേഗം പോരെ വേണമെങ്കിൽ. ഞാൻ എന്ത് ചെയ്യാ? എല്ലാവരുടെ ഇടയ്ക്ക് നിൽക്കുക ഞാൻ. എടി, ഒന്ന് ഇങ്ങോട്ട് പാടി. ഒരു 5 മിനിറ്റ് ഒന്ന് മാറിയാ പോലെ, കാരണം കാണാൻ പുതിയായിട്ടല്ലേ. ഞാൻ ഒന്ന് നോക്കട്ടെ. എന്റെ പൊന്നെ, അങ്ങനെ പറയലടി. ഒന്നെങ്കിലും ഒന്ന് ചാടിയിട്ട് വേഗം ഒന്ന് വരണം. അവിടെ നിന്നോ, പാടത്തെ കോലാന്ന് വിചാരിച്ചു. വരും. വരുമ്പോ എന്തായാലും പാപ്പന്റെ മുണ്ടൊന്നും എടുത്തോട്ടോ. അപ്പൊ ഒന്നും ഇട്ടിട്ടില്ലേ? ട്രൗസറൊക്കെ ഇട്ടിട്ടുണ്ട്, പക്ഷെ ആ മുണ്ട എവിടെയോ പോയിട്ടുണ്ട്. പുറത്തിറങ്ങി പോണ്ടേ. വാപ്പണ്ട കിടന്ന് ചിരിക്കാതെ. ഞാൻ നോക്കാം. നീലാകാശത്ത് നിറമഴ പെയ്യുമ്പോൾ നീ എൻ്റെ ചാരത്ത്